My dear colleagues, students and lovers of English, a warm good morning to you all. I had already made a talk on modern English usage yesterday, and we are going to continue the same topic. You can ask a question: what is the secret behind the command of fluency? Or what is the secret behind mastering English? The secret is nothing but you have to master copious vocabulary and infinite variety of expressions. Please underline the sentence, infinite variety of expressions. English is one of the most beautiful languages. Really, the beauty of English depends on infinite variety of expressions. We have many European languages: French, German, Spanish, Italian. All are said to be the most beautiful languages. But the beauty of English depends on infinite variety of expressions. Let me switch over my conversation in Malayalam. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സൗന്ദര്യം അതിൻ്റെ അനന്തമായ എക്സ്പ്രഷൻസ് ആണ്. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ യൂസേജസ് ഉള്ള വേർഡ് റൺ എന്ന വേർഡാണ്. സാധാരണ ഒരു ഇന്ത്യക്കാരൻ്റെ മുമ്പിൽ റൺ എന്ന പദം പ്രത്യക്ഷപ്പെടുന്നത് ഓടുക എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ റൺ എന്ന വേർഡിന് 120 മീനിങ്സ് ലേറ്റസ്റ്റ് അഡ്വാൻസ് ലേണേഴ്സ് നൽകുന്നു. ഇത് ഒരു വലിയ വിസ്മയമാണ്. ഇംഗ്ലീഷ് പഠിക്കുന്ന ഇംഗ്ലീഷ് കുട്ടികളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും വിസ്മയിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് റൺ എന്ന പദത്തിന് ഏതാണ്ട് 120 യൂസേജസ്. അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് ലേണേഴ്സ് കൊടുക്കുന്നത് 240 എക്സാമ്പിൾസ് ആണ്. ഏത് ഡിക്ഷണറിയുടെയും ഒരു വലിയ അഡ്വാൻറ്റേജ് ഓരോ വേർഡിനെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള എക്സ്പ്ലനേറ്ററി സെന്റൻസസ് ആണ്. ഇതിൽ വളരെ റിച്ചാണ് ലോങ്മാനും അഡ്വാൻസ്ഡ് ലേണേഴ്സ്. ഓടുക എന്ന് മാത്രം പരിചയമുള്ള നമ്മുടെ എഡ്യൂക്കേറ്റഡ് ക്ലാസ് റൺ എന്ന പദം 120 വെറൈറ്റി ഓഫ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ അവർക്കതിനെ ഒരു ഞെട്ടലോടുകൂടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. പക്ഷെ സ്വീകരിച്ചേ പറ്റൂ. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ബാക്ക് ബോൺ, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഷോർട്ടസ്റ്റ് കട്ട്, ഒരു വേർഡ് ആപ്റ്റ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഹൈസ്കൂൾ ക്ലാസ് മുറികളിൽ, റെഗുലർ കോളേജ് ക്ലാസ് മുറികളിൽ, സമാന്തര കോളേജ് ക്ലാസ് മുറികളിൽ നേരത്തെയുള്ള ഇംഗ്ലീഷ് ടീച്ചേഴ്സിൽ ഒരു വലിയ ഭാഗം ആളുകൾ ഉണ്ടാക്കിയ ഒരു ഫാൾസ് മാനിയുണ്ട്. റൺ ആൻഡ് മാർട്ടിൻ സ്റ്റൈൽ, തിയറട്ടിക്കൽ ഇംഗ്ലീഷ് പഠിച്ചാൽ ഇംഗ്ലീഷ് ആകും. ഇവിടെ മഹാഭൂരിപക്ഷം കുട്ടികൾക്കും ഇംഗ്ലീഷിന്റെ ഹെഡ് ആൻഡ് ടെയിൽ, തലയും വാലും അറിയാതെ പോകുന്നത്. അവർക്കൊരു പദം അറിയാം, ആ പദത്തിന്റെ മീനിങ് അറിയാം, ബട്ട് ഹൗ ടു യൂസ് ദ വേർഡ് കറക്റ്റ്ലി. ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സക്സസിന്റെ ഒരു വലിയ കീ. ഒരു പദം എങ്ങനെ ഏത് കോണ്ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹൈസ്കൂൾ പ്രൈമറി ക്ലാസ് മുറികളിൽ ബോർഡിൽ ടീച്ചേഴ്സ് എഴുതി കൊടുക്കുന്നു സഡൻലി. വാട്ട് യു മീൻ ബൈ സഡൻലി? അധ്യാപകൻ പറയും പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി. ഉടനെ അധ്യാപകൻ അതിനേതായ എക്സ്പ്ലനേഷൻ ഉണ്ട്. പെട്ടെന്ന്. സഡൻലിയും ഇമ്മീഡിയറ്റ്ലിയും ഒരേ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. സഡൻലി ഉപയോഗിച്ച് ഏതാനും സെന്റൻസസ് ഫ്രെയിം ചെയ്യാൻ ഈ സാറോട് പറ. ഇമ്മീഡിയറ്റ്ലി ഉപയോഗിച്ചുകൊണ്ട് ഏതാനും സെന്റൻസുകൾ ഫ്രെയിം ചെയ്യാൻ നമ്മുടെ സാറോട് ചോദിക്കും. വലിയൊരു ഭാഗം പേർ ആകെ കൂടി കൺഫ്യൂഷന്റെ ലോകത്തായിരിക്കും. അതാണ് പറയുന്നത്, വാക്കുകൾ ധാരാളം നമ്മുടെ പെട്ടിയിലുണ്ട്. വേർഡ്സ് അല്ലെങ്കിൽ വൊക്കാബുലറി, കോപ്പിയസ് വൊക്കാബുലറി നമ്മുടെ ബോക്സിൽ ധാരാളമുണ്ട്. ഈ വൊക്കാബുലറിയെ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുത്ത് ടേബിളിൽ നിരത്തി വെക്കൂ. എത്ര വേർഡ്സിനെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ കഴിയും. എഫക്റ്റീവ് യൂസ് ഓഫ് ദ വേർഡ് ഈസ് ദ കീ ടു success. I repeat,
effective use of a word in a sentence is the key to master English. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കോൺകർ ചെയ്യാൻ, ആ ഒരു യൂറോപ്യൻ ലാംഗ്വേജായ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കോൺകർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ് ടു കോൺകർ ദ വേർഡ്. ഒരു വേർഡിന് ആപ്ലിക്കബിൾ ആയ ലോ അല്ല മറ്റൊരു വേർഡിന് ആപ്ലിക്കബിൾ. The rule applicable to one word is not the rule applicable to another word. നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. Suddenly the child has fallen. Correct. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തോട് ചോദിക്കുന്നു, where is your apartment? അദ്ദേഹത്തിന്റെ ആൻസർ, my apartment is immediately after the general post office. അവിടെ സഡൻലി ഉപയോഗിക്കാൻ പറ്റുമോ? ചരിത്ര അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, സെക്കൻഡ് വേൾഡ് വാർ came immediately after the first world war. ആ പെക്യൂലിയർ കോണ്ടെക്സ്റ്റിൽ സഡൻലി ഉപയോഗിക്കാൻ പറ്റില്ല. ആ പ്രത്യേകം കോണ്ടെക്സ്റ്റിലുള്ള പദങ്ങളെ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് റൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിന്റെ മാസ്മരികമായ ലോകത്തേക്ക് കടന്നു എന്ന്. ഡിയർ കലീഗ്സ്, ഞാനൊരു സംഭവം എൻ്റെ അനുഭവത്തിൽ നിന്ന് വളരെ ഖേദത്തോടു കൂടി പറയട്ടെ. ഞാൻ PJHSS മാടായി ജോലി ചെയ്യുന്ന കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 9th സ്റ്റാൻഡേർഡിൽ നോൺ ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായി. അതിലൊരു ഷോർട്ട് സ്റ്റോറിയുടെ പേര് ദ ബ്ലൈൻഡ് ഗേൾ ഓൺ ദി ട്രെയിൻ എന്നായിരുന്നു. ഈ ഷോർട്ട് സ്റ്റോറി ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ഒരു സാറോട് ഞാൻ ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ദ ബ്ലൈൻഡ് ഗേൾ ഓൺ ദ ട്രെയിൻ? റസ്കിൻ ബോണ്ടിന്റെ കഥയാണ്. അദ്ദേഹം പറഞ്ഞു, ആരാ സാറേ ഈ ടൈറ്റിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും? നോൺ ഡീറ്റെയിൽഡിന്റെ കഥ ചുരുക്കി മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഒരു ബ്രീഫ് സമ്മറി അല്ലെങ്കിൽ സിനോപ്സിസ് കൊടുക്കുന്നതോടുകൂടി കഥ കഴിഞ്ഞില്ലേ എന്ന്. അതെ, കഥ കഴിഞ്ഞു. അധ്യാപകന്റെ കഥയും കഴിഞ്ഞു, കുട്ടികളുടെ കഥയും കഴിഞ്ഞു. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലവേഴ്സോട് ചോദിക്കുന്നു, ദ ബ്ലൈൻഡ് ഗേൾ ഓൺ ദി ട്രെയിൻ, ഈ അന്ധയായ കുട്ടി എവിടെയാണുള്ളത്? ട്രെയിനിന്റെ ബോഗിയുടെ മുകളിലാണോ ഉള്ളത്? കിലുക്കത്തിൽ മോഹൻലാലും രേവതിയൊക്കെ ഡാൻസ് ചെയ്യുന്നത് ബോഗിയുടെ മുകളിൽ നിന്നാണ്. അതാണോ ഓൺ ദ ട്രെയിൻ? അല്ല, ട്രെയിനിനകത്താണോ ഉള്ളത്? അല്ല, ട്രെയിനിന്റെ ബർത്ത് അവിടെയാണോ ഉള്ളത്? എവിടെയാണ് ഉള്ളത്? എന്തുകൊണ്ടാണ് റസ്കിൻ ബോണ്ട് അങ്ങനെ ഒരു പേര് കൊടുത്തത്? റസ്കിൻ ബോണ്ടിന് തെറ്റിയതായിരിക്കും. ആണോ? ഓൺ ദ ഷിപ്പ്, ഓൺ ദി എയർക്രാഫ്റ്റ്, ഓൺ ദി ഫ്ലൈറ്റ്സ്, ഓൺ ദി ഷിപ്പ്, ഇതൊക്കെ പ്രചാരമുള്ള ശൈലികളാണല്ലോ ഇംഗ്ലീഷിൽ. ബട്ട് ഇൻ ദ കാർ, വൈ ഇസ് ഇറ്റ് സോ? ഇതിന് സായിബ് ആൻസർ ചെയ്യുന്നുണ്ട്. ഷിപ്പ് 2 സ്റ്റോറിഡ്, എയർക്രാഫ്റ്റ് ഇനി എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? ഓൺ ദി സീറ്റ്. 2 സ്റ്റോറിഡ് ബസ്സിൽ എവിടെയാണ് ഇരിക്കുന്നത്? ഓൺ ദി സീറ്റ്. ട്രെയിനും ഇതിൽ ബർത്തിലിരിക്കുന്ന അന്ധയായ പെൺകുട്ടിയാണ് ആര്? ദ ബ്ലൈൻഡ് ഗേൾ ഓൺ ദ ട്രെയിൻ. 2 സ്റ്റോറിഡ് ആണോ കാർ? അല്ല. അതുകൊണ്ട് ഇൻ ദി കാർ. ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ആ ഫോൺ കണക്ട് ചെയ്തിട്ട് ഓക്സ്ഫോർഡ് വിസിറ്റിംഗ് പ്രൊഫസറോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ശ്രദ്ധിക്കുക, ഓക്സ്ഫോർഡ് അല്ല, ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡ് സാറോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 lakhs സാലറി വാങ്ങുന്ന അധ്യാപകർ മിനിമം 500 rupees ചിലവഴിച്ചൊരു അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറി, 20ാം നൂറ്റാണ്ടിലെ വലിയ വൈയാകരണനായ ഫോണറ്റീഷ്യനായ എസ് ഹോൺബിയുടെ ഒരു അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറി വീട്ടിൽ വാങ്ങി വെച്ചാൽ മതി. അത് CD-യോട് കൂടിയാണ് വരുന്നത്. അല്ല, ലോങ്മാൻ ഡിക്ഷണറി ഓഫ് കറന്റ് ഇംഗ്ലീഷ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ BA ഇംഗ്ലീഷിന് പഠിക്കുമ്പോൾ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത 2 ഡിക്ഷണറികളാണ്. അല്ലെങ്കിൽ മൈക്കൽ സ്വാന്റെ മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് കയ്യിൽ വെക്കുക. എന്നിട്ട് ഓണിന്റെ എക്സ്പ്രഷൻസ് മുഴുവനൊന്ന് നോക്കുക. അപ്പൊ പഠിക്കാൻ തയ്യാറല്ല. നോർമലി many of our teachers, they don't know English, nor do they want to know English. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം വേർഡ് കൊണ്ട്
കളിക്കണമെങ്കിൽ ആ വേർഡിന്റെ കറക്റ്റ് യൂസ് അറിയണം. അല്ലാതെ ആ വേർഡിനെ വാളുകളാക്കി മാറ്റാൻ പറ്റില്ല. ബ്രൗണിങ്ങിന്റെ പ്രശസ്തമായ വാക്യമുണ്ട്, എന്താണെന്നറിയോ? സാധാരണ മനുഷ്യർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സെന്റൻസുകൾ രൂപം കൊള്ളും. കവികൾ വേർഡ്സ് ഉപയോഗിച്ച് നക്ഷത്രമാലകൾ ഉണ്ടാക്കും. നമ്മൾ നക്ഷത്രമാലയൊന്നും ഉണ്ടാക്കണ്ട. ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നതിന്റെ ആപ്റ്റ് കോണ്ടെക്സ്റ്റും ആപ്റ്റ് യൂസും മാത്രം അറിഞ്ഞാൽ മതി. കൂട്ടുകാരി, നമ്മുടെ സബ്ജക്ട് മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്. യൂസേജ് അല്ല, യൂസേജ്. ആ റണ്ണിലേക്ക് പോകാം. നേരത്തെ ടോക്കിൽ ഞാൻ പറഞ്ഞു, റൺ എന്ന പദത്തിന് മോർ ദൻ 100 യൂസേജസ് അല്ലെങ്കിൽ മീനിങ്സ് ഉണ്ട്. ക്ലാസ് മുറികളിൽ സാർമാർക്കും കുട്ടികൾക്കും ഒക്കെ പരിചയമുള്ള യൂസേജസ് ഏതൊക്കെയാണ്? ദ ഹെഡ് മാസ്റ്റർ റൺസ് ദ സ്കൂൾ. അവിടെ ഏതാണ്ട് കോണ്ടെക്സ്റ്റ് എന്നറിയാം. ദ ഹെഡ് മാസ്റ്റർ മാനേജസ് ദ സ്കൂൾ. ദ പ്രിൻസിപ്പൽ റൺസ് ദ കോളേജ്. അദ്ദേഹമാണ് കോളേജ് മാനേജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ ഓട്ടമേ ഓട്ടം, ഇത് മാത്രമാണോ റൺ? നിങ്ങൾ കാലിൽ മുള്ളു തറച്ചു, എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം? മുള്ളെന്നെ വന്ന് കൊത്തി എന്നാണോ പറയാ? അല്ല, എ തോൺ റാൻ ഓൺ മൈ ലെഗ്. എ തോൺ റാൻ ഓൺ മൈ ലെഗ്. നിങ്ങൾ വഴിയരികിൽ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ബസ് ഒത്തിരി വൈകിട്ടും വരുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ അറിയാവുന്ന ഒരു ടാക്സി ഡ്രൈവർ വന്ന് പറയുന്നത്, ഐ ക്യാൻ ഡ്രൈവ് യു ഹോം. ആ ഡ്രൈവ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് റൺ ചേർത്താൽ മതി. ഐ ക്യാൻ റൺ യു ഹോം. അവിടെ റൺ എന്ന പദത്തിനർത്ഥം ഡ്രൈവ് എന്നാണ്. നിങ്ങളുടെ കവിൾത്തടങ്ങളിൽ ഒരു നേരിയ മറുക് അല്ലെങ്കിൽ ഒരു മോൾ അല്ലെങ്കിൽ വോണ്ടിന്റെ ഒരു സ്കാർ ഉണ്ടെന്ന് കരുതുക. The wound scar ran over my cheeks. The wound scar runs over my cheeks. The wound scar runs over my cheeks. ഇങ്ങനെ പോകുന്നു റണ്ണിന്റെ ഉപയോഗം. ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകത്തിന് 200 പേജസ് ഉണ്ടെന്ന് എങ്ങനെയൊക്കെ പറയാം? The book comprises of 200 pages. എല്ലാവർക്കും ഫെമിലിയർ ആണ്. The book consists of 200 pages. അതും ഫെമിലിയർ ആണ്. The book runs 200 pages. വളരെ അൺഫെമിലിയർ ആയ എക്സ്പ്രഷനാണ്. റൺ എന്ന പദം ഇങ്ങനൊരു കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ബുക്കാണ് വായിക്കുന്നത്. ആ പുസ്തകത്തിന് മോർ ദൻ 2000 പേജസ് ഉണ്ട്. The book runs more than 2000 pages. അയ്യോ, അവളിങ്ങനെ തലമാന്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡാൻഡ്രഫ് ആയിരിക്കും, അല്ലെങ്കിൽ പേരുണ്ടായിരിക്കും. അല്ല, അവനിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന തലയിൽ ഡാൻഡ്രഫിന്റെ വല്ല മരുന്നും തലയിൽ പുരട്ടാൻ പറഞ്ഞു. അപ്പൊ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, തല മാന്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഐഡിയ പലതരത്തിൽ പറയാം. അവിടെയും റണ്ണിനെ വേണമെങ്കിൽ ഇറക്കിക്കൊണ്ടുവരാം. She runs her fingers into the thick hair. അതുപോലെ, അയ്യോ ഞാനൊരു കാറ് വാങ്ങി. അയ്യോ അന്ന് കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു, പക്ഷെ ഇന്നെനിക്ക് കാറ് മെയിൻറ്റെയിൻ ചെയ്യാനേ കഴിയില്ല. അവിടെയും വേണമെങ്കിൽ റൺ ഉപയോഗിക്കാം. I can't run the car. I can't afford to run the car. ഇങ്ങനെ ലൈഫിലെ മോർ ദൻ 100 വേസിൽ റൺ നമ്മുടെ മുമ്പിലെത്തും. നമ്മുടെ സ്റ്റുഡൻസും ടീച്ചേഴ്സും പഴയതുപോലെ ആ റൺ ഓടുക ഓടുക ഓടുക. അവർ റണ്ണിന് പിറകെ ഓടുന്നു. സ്റ്റുഡൻസ് ആ അധ്യാപകർക്ക് പിറകെ ഓടുന്നു. വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. There is no shortcut to master English. The only shortcut is to master the infinite variety of expressions. And we have to learn how to use a word correctly. That is what grammar. Normally the teachers misunderstood that grammar means perfect tense or simple present tense or prepositions. Of course, they do have the roles, but the most important role played by usage or infinite variety of expressions. That is the key to mastering English. Dear colleagues, I shall meet you tomorrow again with a new video, with a new episode
I will be focusing on current usage. We will meet again tomorrow. Don't forget to follow my topics and please be the part of my class. And also not to forget to study the current usage and follow Advanced Learners Dictionary and be the part of my video. Please like my video, subscribe and share it. And you can ask any questions regarding modern English usage.